So we are discussing about a second point, fertilization. Angiosperm in fertilization. Angiosperm fertilization എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യുണീക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേം ഫെർട്ടിലൈസേഷൻ. ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ആ ഫെർട്ടിലൈസേഷൻ്റെ പേരാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നുള്ളത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് നാവാഷിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഫസ്റ്റ് ആൻജിയോസ്പേമിൽ കണ്ടുപിടിച്ചത്. ഇത് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വർഷങ്ങളിലൊക്കെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നാവാഷിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ കണ്ടുപിടിച്ചത്. എൻട്രൻസ് പോയിന്റ് ആണ്, പബ്ലിക് എക്സാമിന് ചോദിക്കില്ല, അപ്പോൾ അതുകൊണ്ട് ബ്രാക്കറ്റിൽ എൻട്രൻസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി വെക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ചിലപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരിക്കും. 2 പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിൻഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇവിടെയാണ് എന്തിനാണ് 2 മെയിൽ ഗ്യാമീറ്റ് ഉള്ളത്? എംബ്രിയോസാക്കിൻ്റെ ഉള്ളിൽ എഗ്ഗിന് പുറമെ ബാക്കി കുറേ സെല്ലുകളുണ്ട്. എന്തിനാണ് ഈ സെല്ലുകളൊക്കെ? അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇക്വേഷൻ പോലെ എഴുതി വെക്കാം. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈക്വൽസ് സിൻഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. ഇനി അതിൻ്റെ ഓരോന്നും എന്താണ് സിൻഗമി, എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാണ് പറയുന്നത്. സിൻഗമി ഈക്വൽസ്, ഇവിടെ നമ്മൾ ഇക്വേഷൻ തന്നെ എഴുതാം. സിൻഗമി ഈക്വൽസ് ഫ്യൂഷൻ ഓഫ് one male gamete plus female gamete. Female gamete means എന്താണ്? എഗ് ആണ് അല്ലേ? ഫീമെയിൽ ഗാമീറ്റ് മീൻസ് എഗ് ആണ്. ഇവിടെയും ഹാപ്ലോയിഡ് ആണ്, ഇവിടെയും ഹാപ്ലോയിഡ് ആണ്. ഒരു മെയിൽ ഗാമീറ്റ്. സിൻഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗാമീറ്റ്. അത് പറയാനുള്ള കാരണം ആൻഡ്രീഷ്യം പൊള്ളൻഗ്രൈൻസിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ 2 മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സിൻഗമിയിൽ ഒറ്റ മെയിൽ ഗാമീറ്റിനെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗാമീറ്റ് വിത്ത് ഫീമെയിൽ ഗാമീറ്റ്, അതിന് പറയുന്ന പേരാണ് സിൻഗമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്നുള്ളതാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ മീൻസ് ഒരു മെയിൽ ഗാമീറ്റും കൂടി ഉണ്ട്. അനദർ മെയിൽ ഗാമീറ്റ് ഫ്യൂസസ് വിത്ത് സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ്. സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ് അല്ലെങ്കിൽ നമ്മൾ സെൻട്രൽ സെൽ എന്നൊക്കെ പറയും. സെൻട്രലിൽ കാണുന്ന സെല്ലായതുകൊണ്ട് അതിനെ സെൻട്രൽ സെൽ എന്ന് പറയും, അല്ലെങ്കിൽ സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കി നോക്കുക, മെയിൽ ഗാമീറ്റ് N ആണ്, ഇവിടെ സെക്കൻഡറി ആയതുകൊണ്ട് നമ്മൾ N+N ആണ്. ഇതാണ് നമ്മുടെ സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. സിൻഗമി മീൻസ് മെയിൽ ഗാമീറ്റ് വിത്ത് ഫീമെയിൽ ഗാമീറ്റ്, ട്രിപ്പിൾ ഫ്യൂഷൻ വിത്ത് 1 മെയിൽ ഗാമീറ്റ് വിത്ത് സെക്കൻഡറി പോളാർ ന്യൂക്ലിയസ്. വാട്ട് ഇസ് ദ റിസൾട്ട് ഇൻ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ട് എന്താണ്? നമ്മളൊരു കാര്യം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? വീണ്ടും നമ്മൾ ഇക്വേഷൻ പോലെ തന്നെ ഏതാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റിസൾട്ട് സൈഗോട്ടാണ്. സിൻഗമിയുടെ റിസൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെർട്ടിലൈസേഷൻ്റെ റിസൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സൈഗോട്ടാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ റിസൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പെൻ ആണ്. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊഡ്യൂസസ് പെൻ. സൈഗോട്ട് നിങ്ങൾക്ക് അറിയാം 2N ആയിരിക്കും. സിംഗിൾ സെല്ലാണ്, സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. മെയിലും ഫീമെയിലും ആകുമ്പോൾ N+N സിംഗിൾ സെൽ ഫോം ചെയ്യും സൈഗോട്ട്. ഫസ്റ്റ് സിംഗിൾ സെൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ. എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള സിംഗിൾ സെല്ലാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അതാണ് സിൻഗമിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ റിസൾട്ട്? പെൻ. പെൻ സ്പെല്ലിംഗ് PEN തന്നെയാണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ റിസൾട്ട്. ആ ട്രിപ്പിൾ എന്ന് പറയുന്നത് പോലെ തന്നെ പ്ലോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, ദാറ്റ് ഈസ് 3N ആണ്. ഇത് രണ്ടും നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൈഗോട്ടിൻ്റെ പ്ലോയിഡി 2N, പെന്നിൻ്റെ പ്ലോയിഡി 3N. ഈ പ്ലോയിഡി വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും എൻട്രൻസിന് നമുക്ക് കാണാൻ പറ്റും. വ്യക്തത കിട്ടണം നമുക്ക് ഏതാണ് N ഏതാണ് 2N എന്നുള്ളത്. ഇതാണ് നമുക്ക് ഫെർട്ടിലൈസേഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പോയിന്റുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കുറിച്ചെടുക്കാം. ഈ ഫെർട്ടിലൈസേഷനും പോളിനേഷനും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പിക്ചറാണ് ഞാനിവിടെ കാണിക്കുന്നത്. പരീക്ഷയ്ക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് സ്റ്റിഗ്മ കാണാൻ പറ്റും. സ്റ്റിഗ്മ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസ് ആണ്. ആ സ്റ്റിഗ്മയിലേക്ക് പൊള്ളൻ ഗ്രെയിൻസ് വന്ന് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പൊള്ളൻ ഗ്രെയിൻസിന് എക്സൈൻ ഉണ്ട്, ഇൻറ്റൈൻ ഉണ്ട് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. എക്സൈന് ചെറിയ ജേം പോറുകളുണ്ട്. അവിടെ അതിൻ്റെ ജേം പോറിൻ്റെ ഫംഗ്ഷൻ നമ്മളവിടെ പറഞ്ഞിട്ടില്ല.
എക്സൈനിൽ ചെറിയ ജേം പോറുകൾ ഉണ്ടായിരിക്കും. ഉള്ളിലുള്ള വാളിന് പറയുന്ന പേരാണ് ഇൻഡെയിൻ. ഇൻഡെയിൻ എന്ന് പറയുന്നത് തിൻ വാളാണ്. എക്സൈൻ തിക്കായിരിക്കും, ഇൻഡെയിൻ തിന്നായിരിക്കും. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷനാണ് നമ്മളിവിടെ ഈ ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കുന്നത്. സ്റ്റിഗ്മയിലേക്ക് പൊള്ളൻ ഗ്രെയിൻസ് ഫാൾ ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റാർട്ട്സ് ടു ജെർമിനേറ്റ്. പൊള്ളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ബൈ ടേക്കിംഗ് ദ ഫുഡ്, ലൈവ് ആയിരിക്കും, പൊള്ളൻ ഗ്രെയിൻസ് ലിവിങ് ആണ്. ആ ലിവിങ് ആയിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസ് നല്ലൊരു സർഫസ് കിട്ടി, സ്റ്റിഗ്മ അവിടെ നിന്ന് ജെർമിനേഷൻ തുടങ്ങുകയാണ്. ഈ എക്സൈൻ്റെയും ഇൻഡെയിൻ്റെയും ഫംഗ്ഷനാണ് പറയുന്നത്. എക്സൈൻ have different pores. ആ പോസിന് പറയുന്ന പേരാണ് germ pore. Through the germ pore, then for inner cell, that is intestine wall forming a tube. അതിന് പറയുന്ന പേരാണ് പൊള്ളൻ ട്യൂബ് എന്നുള്ളത്. ഇൻറ്റൈൻ്റെ വാള് ഇലോങ്ങേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇൻറ്റൈൻ്റെ വാള് ലോങ് ആയിട്ട് വരും. ആ ലോങ് ആയിട്ടുള്ള ട്യൂബിന് പറയുന്ന പേരാണ് പൊള്ളൻ ട്യൂബ്. അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് സെല്ലിന് പറയുന്ന പേരാണ് ട്യൂബ് സെൽ എന്നുള്ളത്. വെജിറ്റേറ്റീവ് സെല്ലിനെ ട്യൂബ് സെൽ എന്നുള്ളതും ഇന്നർ ആയിട്ടുള്ള ഇൻഡെയിൻ ലോങ് ആയിട്ട് ട്യൂബ് ഫോം ചെയ്യും, അതിന് പറയുന്ന പേരാണ് പൊള്ളൻ ട്യൂബ്. എത്ര ഭംഗിയിലാണ് ആ പൊള്ളൻ ട്യൂബ് സ്റ്റൈലിലൂടെ പതുക്കെ പതുക്കെ ഇറങ്ങി താഴേക്ക് വരും. ട്രാവൽ ഓഫ് പൊള്ളൻ ട്യൂബ് ത്രൂ ദ സ്റ്റൈൽ. അപ്പോൾ സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിസീവ് പൊള്ളൻ ഗ്രെയിൻസ്. അവിടെ നമ്മൾ അതൊന്നും പറഞ്ഞിട്ടില്ല. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റിഗ്മ? ടു ആക്സെപ്റ്റ് പൊള്ളൻ ഗ്രെയിൻസ് ആണ് സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റൈൽ? എന്താണ് സ്റ്റൈലിന്റെ ഫംഗ്ഷൻ? അല്ലാണ്ട് വെറുതെ 3 ഭാഗങ്ങൾ നമ്മൾ അവിടെ വരച്ചു വെച്ചതല്ല. ഫംഗ്ഷൻ പറയുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിർത്തിയത്. സ്റ്റൈലിന്റെ ഫംഗ്ഷൻ, ഇറ്റ് ഹെൽപ്സ് ടു ദ എൻട്രി ഓഫ് പൊള്ളൻ ട്യൂബ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് കടന്നു വരണമെങ്കിൽ വഴി വേണം. ആ വഴിയാണ്, പാസേജ് ആണ് ഏത് സ്റ്റൈൽ എന്ന് പറയുന്നത്. പൊള്ളൻ ട്യൂബ് ട്രാവൽസ് ത്രൂ the style and reaches near the ovule. ഓവ്യൂളിന്റെ അടുത്ത് എത്തിയില്ല, നമുക്ക് വ്യക്തമായിട്ട് കാണാം ഓവ്യൂളിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇൻഡെഗുമെൻ, നമ്മൾ ഓവ്യൂൾ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻഡെഗുമെൻസ് 1 to 2 layers of integumen having a small opening known as micropyle. Then what is the need for micropylar opening? എന്തിനു വേണ്ടിയിട്ടാണ് micropylar opening ഉള്ളത്? To carry the pollen tube into the embryo sac. അതിന് വേണ്ടിയിട്ടാണ്, ടു ഗിവ് എ വേ, ഒരു വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഗിവ് എ വേ ടു എൻ്റർ ദി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. അതാണ് മൈക്രോപൈലിന്റെ ഫംഗ്ഷൻ. പൊള്ളൻ ട്യൂബ് എൻറ്റേഴ്സ് ത്രൂ ദ മൈക്രോപൈലാർ റീജിയൻ. കാരണം ആ മൈക്രോപൈലാർ റീജിയൻ്റെ അവിടെയാണ് ആരിയിരിക്കുന്നത്? എഗ്ഗും സൈനർജിഡ്സും ഇരിക്കുന്നത്. ഈ ചിത്രത്തിലേക്ക് വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഗ്ഗിൻ്റെയും സൈനർജിഡിൻ്റെയും അടിയിലായിട്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എഗ്ഗിൻ്റെയും സൈനർജിഡിൻ്റെയും അടിയിലായിട്ട് കുഷ്യൻ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഒരു മാസ് ഓഫ് സെൽസ് കാണാൻ പറ്റും. ഒരു ഫിംഗർ ലൈക്കും അതുപോലെ തന്നെ ഇറഗുലർ ആയിട്ട് മാസ് ഓഫ് സെൽസ്. ആ നല്ലപോലെ ഒന്ന് റീഡ് ചെയ്യുക. ആ സെൽസിന് പറയുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഈ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഫിലിഫോം അപ്പാരറ്റസ്. ജസ്റ്റ് ബിലോ ദ സൈനർജിഡ്സ് എ മാസ് ഓഫ് കുഷ്യൻ ലൈക്ക് cells known as dash. ഏത് സെൽസ് ആണ്? ഫിലിഫോം ഫിലിഫോം സ്ട്രക്ചേഴ്സ് ആണ്. ആ ഫിലിഫോം സ്ട്രക്ചേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കറക്റ്റായിട്ട് മൈക്രോപൈൽ ഓപ്പണിങ്ങിന് അവിടെ നിന്നിട്ട് ആരെ സ്വീകരിക്കും? പൊള്ളൻ ട്യൂബിന് എൻട്രി കൊടുക്കാൻ വേണ്ടിയിട്ട്, പൊള്ളൻ ട്യൂബിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഗൈഡാണ് ആര്? ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗൈഡ് ടു ക്യാരി ദ പൊള്ളൻ ട്യൂബ് ഡയറക്ട്ലി ഇൻ ടു ദ എംബ്രിയോസാക് റീജിയൻ, ദാറ്റ് ഈസ് എഗ് റീജിയനിലേക്ക്. അല്ലെങ്കിൽ വഴിതെറ്റി പോവാതിരിക്കാനുള്ള ഒരു ഗൈഡ് ആയിട്ടാണ് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഫിലിഫോം സ്ട്രക്ചർ അല്ലെങ്കിൽ ഫിലിഫോം അപ്പാരറ്റസ്. ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് അപ്പാരറ്റസ് എന്നുള്ളത്. അത് കറക്റ്റായിട്ട് നോക്കുക. അതിനുശേഷം ടിപ്പ് ഓഫ് ദ പൊള്ളൻ ഗ്രെയിൻ ബ്രേക്ക്. ഏത് എൻട്രി ചെയ്യും? 2 male gametes enters into the embryo sac. അതിനുശേഷം എന്ത് നടക്കും? ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പോൾ ഈ ചിത്രം പബ്ലിക് എക്സാമിന് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ പോളിനേഷനും ഉണ്ട്. പോളിനേഷൻ മാത്രമേ എഴുതിയാൽ പോരാ, പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അതിൽ പൊള്ളൻ ട്യൂബിൻ്റെ ട്രാവലൊക്കെ കറക്റ്റായിട്ട് നോക്കാം. ഞാൻ ഈ പറഞ്ഞ ഫിലിഫോം അപ്പാരറ്റസും നോക്കണം. അത് കറക്റ്റായിട്ട് ലേബലിംഗ് എങ്ങനെയാണ്? 3-4 പാർട്സ് മാത്രമായിരിക്കും ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രാണ്. ഇതോടുകൂടി നമ്മൾ ഫെർട്ടിലൈസേഷൻ്റെ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കി. ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ജെനറ്റിക്സിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചിട്ടുണ്ട്, മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ് പറയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ടോപ്പിക്കായിട്ട് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് എന്തായിരിക്കും? ബൈസെക്ഷലാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് പീ പ്ലാന്റിൻ്റെ കാര്യം. പീ പ്ലാന്റ് എപ്പോഴും ബൈസെക്ഷലാണ്, യാതൊരു സംശയവുമില്ല. ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ആ ബൈസെക്ഷൽ ആയിട്ടുള്ള പ്ലാന്റിൽ എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ
ഹൈബ്രിഡൈസേഷൻ എൻഹാൻസ് ചെയ്യുന്നത്. ബൈസെക്ഷൽ ആയിട്ടുള്ള പ്ലാന്റിൽ 2 പോയിന്റ് മാത്രമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇമാസ്കുലേഷൻ ആണ്. ഇമാസ്കുലേഷൻ മീൻസ് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് ക്രോസ് പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് റിമൂവൽ ഓഫ് ആൻഡർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ, അതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. അപ്പോൾ ഫ്ലവർ എന്തായിട്ട് മാറി? യൂണിസെക്ഷൽ ആയിട്ട് മാറി. ഇനി ബൈസെക്ഷൽ ഫ്ലവർ, റിമൂവൽ ഓഫ് ആൻഡർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ബിഫോർ ഇറ്റ് മെച്യൂരിറ്റി, അതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ. ഇത് പ്ലാൻ ബ്രീഡിങ്ങിലും ഹൈബ്രിഡൈസേഷനിലൊക്കെ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല, എന്നാലും ഇമാസ്കുലേഷൻ 1 വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ബാഗിങ് എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ബാഗിങ് എന്നുള്ളതാണ്. ബാഗിങ് നടത്തുന്നത് ഫീമെയിൽ ഫ്ലവറിലാണ് നമ്മൾ ബാഗിങ് നടത്തുക. ദെൻ കവർ ദ കംപ്ലീറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സ്റ്റിഗ്മ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാഗ് ഉപയോഗിച്ച്, ഒരു പോളിത്തീൻ ബാഗ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യും ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സെൽഫിനെ തടയാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ പോളിത്തീൻ കവർ. നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് സെന്ററിലോ ഹൈബ്രിഡൈസേഷൻ നടത്തുന്ന സ്ഥലത്തോ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫ്ലവറിനെ എല്ലാം നമ്മൾ ഫ്രൂട്ടിനെ ചിലപ്പോൾ കവർ ചെയ്ത് വെക്കും, ഇൻസെക്റ്റുകളൊന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫ്ലവറിനെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പോളിത്തീൻ കവറാണ്, ട്രാൻസ്പാരന്റ് ആയിരിക്കും, സൺലൈറ്റ് ഒക്കെ സുഖമായിട്ട് കടക്കും. അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റിഗ്മയെ കവർ ചെയ്യുക. അതായത് ഫ്ലവർ സ്റ്റിഗ്മയെ ഒറ്റയ്ക്ക് കവർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഫ്ലവറിനെ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കും ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ഈ 2 പോയിന്റും സെൽഫിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ്. ഇമാസ്കുലേഷൻ നമ്മൾ തന്നെ റിമൂവ് ചെയ്യാണ് ആൻഡറിനെ യൂണിസെക്ഷൽ ആക്കാൻ വേണ്ടിയിട്ട് ടു പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ. ബാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കവർ ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് സ്റ്റിഗ്മ വിത്ത് എ പോളിത്തീൻ കവർ ടു പ്രിവെന്റ് ദി സെൽഫ് പോളിനേഷൻ. ഇത് രണ്ടും ഏത് ഹൈബ്രിഡൈസേഷനിൽ വരുന്നതാണ്? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ F1 F2 പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ജെനറ്റിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ എക്സ്പ്ലനേഷൻ തരാം. പീ പ്ലാന്റ് സെയിം ജെനറ്റിക്കൽ എക്സ്പെരിമെന്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ 2 വേർഡ് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. വാട്ട് ഈസ് ഇമാസ്കുലേഷൻ, വാട്ട് ഈസ് ബാഗിങ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബോത്ത്? അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ലാസ്റ്റ് ഫെർട്ടിലൈസേഷനിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 3ാമത്തെ ഇവന്റ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്നുള്ളത്. അതിൽ 2 ഭാഗമാണുള്ളത്. എൻഡോസ്പേം ഡെവലപ്മെന്റ് ഉണ്ട്, എംബ്രിയോ ഡെവലപ്മെന്റ് ഉണ്ട്. എൻഡോസ്പേം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പെൻ ദാറ്റ് ഈസ് ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന സെല്ലിന് പറയുന്ന പേരാണ് പെൻ, അല്ലെങ്കിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്നുള്ളത്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന്റെ ഡെവലപ്മെന്റിന് പറയുന്ന പേരാണ് എൻഡോസ്പേം ഡെവലപ്മെന്റ് എന്നുള്ളത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അണ്ടർഗോസ് റിപ്പീറ്റഡ് മൈറ്റോസിസ്. ഇവിടെ മിയോസിസ് ഇല്ല, റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടത്തും. ദാറ്റ് ഈസ് 3N ആണ്. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു എൻഡോസ്പേം ഫോം ചെയ്യും. ആ എൻഡോസ്പേമും എത്ര തന്നെയാണ്? 3N ആണ്. ഇത് നോട്ട് ചെയ്യാം. പെൻ അണ്ടർഗോസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരു പ്രാവശ്യമല്ല, റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടന്നിട്ട് എ മാസ് ഓഫ് സെൽസ് ഫോം ചെയ്യും. ആ മാസ് ഓഫ് സെൽസിന് പറയുന്ന പേരാണ് എൻഡോസ്പേം. വാട്ട് ഈസ് എൻഡോസ്പേം? എന്താണ് അതിന്റെ ഫംഗ്ഷൻ? എൻഡോസ്പേം ഈസ് എ ട്രിപ്ലോയിഡ് ടിഷ്യൂ ഫോർ ദ നറിഷ്മെന്റ് ഓഫ് ഗ്രോയിങ് എംബ്രിയോ. അതുകൊണ്ടാണ് ടീച്ചർ ആദ്യം ഏതിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞത്? എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞത്. ലേറ്റർ ആണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഏതൊരാൾക്കും വളരണമെങ്കിൽ എന്ത് വേണം? ഫുഡ് വേണം. അപ്പോൾ നമ്മളെക്കാളും വ്യക്തമായിട്ട് പ്ലാന്റിനെ അറിയാം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഏത് ഭാഗമാണ് ആദ്യം വളരേണ്ടത്. 2 പ്രോഡക്റ്റ് ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവും, പെന്നും ഉണ്ടാവും, സൈഗോട്ടും ഉണ്ടാവും. പെൻ ഡെവലപ്പ് ഫസ്റ്റ് ടു പ്രൊഡ്യൂസ് എൻഡോസ്പേം. സൈഗോട്ടിന് വളരാനുള്ള ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ആര് ഡെവലപ്പ് ചെയ്യുള്ളൂ? സൈഗോട്ട് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ. ഇതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. എൻഡോസ്പേം ഡെവലപ്മെന്റ് ഈസ് ഫോളോഡ് ബൈ ഡെവലപ്മെന്റ് ഓഫ് ദി എംബ്രിയോ ബിക്കോസ് എൻഡോസ്പേം ഇസ് എ ന്യൂട്രീറ്റീവ് ടിഷ്യൂ ഫോർ ദ ഗ്രോയിങ് സൈഗോട്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ എൻഡോസ്പേമിന്റെ ഡെവലപ്മെന്റ് പറയുമ്പോൾ നമ്മൾ എൻഡോസ്പേം ഡെവലപ്മെന്റ് ഡിഫറെന്റ് ടൈപ്പ് പറയുന്നുണ്ട്. അതിൽ 2 ടൈപ്പാണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ആണ്. അതായത് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കുന്നിട്ട് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ഓഫ് എൻഡോസ്പേമും പറയുന്നുണ്ട്, സെല്ലുലാർ ഡെവലപ്മെന്റും പറയുന്നുണ്ട്. വേർഡ്സ് കേട്ടിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് രണ്ടും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻഡോസ്പേം ഡെവലപ്പ് ബൈ 2 different ways in plant.
ഒന്ന് ന്യൂക്ലിയർ ഡെവലപ്മെന്റ് ആണ്, മറ്റത് സെല്ലുലാർ ഡെവലപ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞു റിപ്പീറ്റഡ് ആയിട്ട് എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. മൈറ്റോസിന് രണ്ട് ഭാഗമുണ്ട്, കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. കാരിയോകൈനസിസ് മീൻസ് ഏതിന്റെ ഡിവിഷനാണ്? ന്യൂക്ലിയർ ഡിവിഷനും. സൈറ്റോകൈനസിസ് മീൻസ് എന്താണ്? സെല്ലുലാർ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ പറയുന്ന പേരാണ് സെൽ വാൾ ഫോർമേഷൻ. പ്ലാന്റ് അല്ലേ, അപ്പോൾ അതിൽ എന്തുണ്ടായിരിക്കും? സെൽ വാൾ ഉണ്ടായിരിക്കും. ആ സെൽ വാളിന്റെ ഡിവിഷന്, സെൽ വാൾ ഫോർമേഷൻ പറയുന്ന പേരാണ് സൈറ്റോകൈനസിസ് എന്നുള്ളതും. ന്യൂക്ലിയർ ഡിവിഷൻ ന്യൂക്ലിയസിന്റെ ഡിവിഷനാണ്. അപ്പോൾ ഈ എൻഡോസ്പേം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടന്നിട്ട് കുറേ ന്യൂക്ലിയസുകൾ ഉണ്ടാവും ഏതിൻ്റെ ഉള്ളിൽ? എൻഡോസ്പേമിന്റെ ഉള്ളിൽ. ഫ്രീ ന്യൂക്ലിയസ് ആർ പ്രസന്റ് ഇൻ എൻ എൻഡോസ്പേം ഈസ് നോൺ ആസ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ന്യൂക്ലിയസ് ഉള്ള എൻഡോസ്പേമിന് പറയുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ലേറ്റർ പിന്നീട് എന്ത് ചെയ്യും? ആഫ്റ്റർ കുറേ മൈറ്റോസിസ് കടന്ന് കുറേ ന്യൂക്ലിയസ് ഫോം ചെയ്തതിന് ശേഷം ലേറ്റർ ദ സെൽ വാൾ ഈസ് ഫോംഡ് ആൻഡ് ഇറ്റ് ബിക്കംസ് ഇൻഡിവിജ്വൽ സെൽസ്. അതിന് പറയുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. അപ്പോൾ രണ്ട് തരത്തിലുള്ള എൻഡോസ്പേംസ് ഉണ്ടാവാം. ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള എൻഡോസ്പേം ഉണ്ടാവാം, ഓൺലി വിത്ത് ന്യൂക്ലിയസ് വിത്തൗട്ട് സെൽ വാൾ. ലേറ്റർ സെൽ വാൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ എൻഡോസ്പേമിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. ഇതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ടെൻഡർ കോക്കനറ്റും അതുപോലെ തന്നെ മെച്യൂർ ആയിട്ടുള്ള കോക്കനറ്റ് എന്ന് പറയുന്നത്. ടെൻഡർ കോക്കനറ്റ് അതായത് നാളികേരത്തിൻ്റെ ഉള്ളിൽ നല്ലപോലെ വെള്ളം ഉണ്ടായിരിക്കും. ആ നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സാമ്പിളാണ് കോക്കനറ്റ് വാട്ടർ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. ആ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പൊട്ടൻഷ്യലി ചാർജ് ഉള്ളതിന് പറയുന്നതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസുകൾക്ക് ചാർജ് ഉണ്ട്. നമുക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും മാത്രമല്ല നമ്മൾ ചാർജുകൾ പറയുന്നത്, ബയോളജിയിലും ചാർജ് ഉണ്ട്. നമ്മൾ നല്ല ടെൻഡർ കോക്കനറ്റിൻ്റെ വെള്ളം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നാവിലൊക്കെ ഒരു വാടിയതൊന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ തന്നെ നമ്മൾ പ്ലക്ക് ചെയ്ത് കഴിക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ആ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ നാവിലൊക്കെ ഒരു ഇലക്ട്രിക് സ്പാർക്ക്, ഒരു തരിപ്പ് പോലെ തോന്നും. അപ്പോൾ നല്ല ഫ്രഷ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും ആ വെള്ളം. ആ ന്യൂക്ലിയർ എൻഡോസ്പേമിൻ്റെ ആ ഫ്രഷ്നെസ്സും ആ എനർജിയാണ് നമ്മൾ നാളികേരം വെള്ളം കണ്ണി കണ്ട ജ്യൂസുകൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എന്ത്? കോക്കനറ്റ് വാട്ടർ എന്ന് പറയുന്നത്. സോ കോക്കനറ്റ് വാട്ടർ ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ഏത് എൻഡോസ്പേം ആണ്? ന്യൂക്ലിയർ എൻഡോസ്പേം. ആ കോക്കനറ്റിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ കോക്കനട്ട് ട്രീ ഉണ്ടെങ്കിൽ നമുക്കറിയാം ടെൻഡർ കോക്കനട്ട്സ് നമ്മൾ അങ്ങനെ ഇടാറില്ല, കാരണം നമുക്കത് വെള്ളം കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ലേറ്റർ അത് മെച്യൂർ ആയി കഴിഞ്ഞാൽ കോക്കനട്ട് പ്ലക്ക് ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞാൽ കോക്കനട്ട് നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിലെ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ വെള്ളം കുറച്ചുണ്ടായിരിക്കും. ഈ വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് പോയതല്ല, അത് ഹാർഡ് സോളിഡ് ആയിട്ട് വൈറ്റ് കേണൽ എന്നാ പറയാം. നിങ്ങൾ തേങ്ങാന്ന് നമ്മളെല്ലാത്തിനും തേങ്ങ എന്ന് തന്നെയാണ് പറയുന്നത് കോക്കനറ്റ്. ആ കോക്കനറ്റിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിൽ കാണുന്ന വൈറ്റ് കളറുള്ള സാധനം എൻഡോസ്പേം ആണ്. ആ എൻഡോസ്പേം എങ്ങനെയാണ് ഉണ്ടായത്? ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് നിൽക്കുന്ന എൻഡോസ്പേം മെച്യൂർ ആവുന്നതിനനുസരിച്ചിട്ട് സെൽ വാൾ ഫോം ചെയ്തിട്ട് ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് മാറും. ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള എൻഡോസ്പേമിന് പറയുന്ന പേരാണ് സെല്ലുലാർ എൻഡോസ്പേം. അപ്പോൾ കോക്കനറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എൻഡോസ്പേമിനും എക്സാമ്പിൾ കിട്ടും. ന്യൂക്ലിയർ എൻഡോസ്പേമിനുള്ള എക്സാമ്പിൾ ടെൻഡർ കോക്കനറ്റിൻ്റെ വാട്ടർ ആണെങ്കിൽ, സോളിഡ് ആയിട്ടുള്ള സെല്ലുലാർ എൻഡോസ്പേമിനുള്ള എക്സാമ്പിൾ വൈറ്റ് കേണൽ, ആ വെള്ള കളറിലുള്ള നമ്മൾ ചിരകി പാലുണ്ടാക്കാനും എണ്ണ ആട്ടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് വൈറ്റ് കേണൽ എന്ന് പറയുന്നത്. അതാണ് സോളിഡ് അല്ലെങ്കിൽ സെല്ലുലാർ എൻഡോസ്പേമിനുള്ള എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് രണ്ട് എൻഡോസ്പേമിൻ്റെ എക്സാമ്പിൾസും കിട്ടി, ന്യൂക്ലിയറും കിട്ടി, അതുപോലെ തന്നെ സെല്ലുലാർ എൻഡോസ്പേമും കിട്ടി. ഇത് രണ്ടും മനസ്സിലേക്ക് നല്ലപോലെ കൊണ്ടുവരണം. ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഇനി നിങ്ങൾ ഒന്നും കൂടി ആഴ്ന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മെച്യൂർ ആയിട്ടുള്ള കോക്കനറ്റ് ഇട്ട് നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ആ എൻഡോസ്പേം ഹാർഡ് ആയിട്ടുള്ള എൻഡോസ്പേം സോഫ്റ്റ് സ്പോഞ്ചി ആയിട്ടുള്ളൊരു സ്ട്രക്ചറായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. നാളികേരം ഇപ്പോൾ പ്രത്യേകിച്ച് വർഷക്കാലമൊക്കെയാണ്, വർഷക്കാലത്ത് തെങ്ങിൻ്റെ ചോട്ടിൽ തന്നെ കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കെയർലെസ് ആയിട്ട് ഇടുകയാണെങ്കിൽ അത് പതുക്കെ റൂട്ടും റാഡിക്കിളും പ്ലെമ്യൂളും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയ അവസരത്തിൽ നമ്മൾ ആ നാളികേരം വെട്ടി നോക്കുകയാണെങ്കിൽ എൻഡോസ്പേം ഹാർഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എൻഡോസ്പേം എന്തായിട്ട് മാറിയിട്ട് സ്പോഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതിന് നിങ്ങളുടെ ഭാഷയിലും നമ്മുടെ ഭാഷയിലൊക്കെ പല രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. നാടൻ ഭാഷയിൽ നമ്മൾ പൊങ്ങുന്നോ, നമ്മൾ കഴിക്കാൻ വളരെ ഡെലീഷ്യസ് ആണ്, സ്പോഞ്ചാണ്, ക്യാൻസറിന് നമുക്ക് നല്ലൊരു മെഡിസിൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതും എൻഡോസ്പേം ആണ്. കാരണം എൻഡോസ്പേം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കോക്കനട്ട് പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഗ്രോയിങ് എംബ്രിയോന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഗ്രോയിങ് ആയിട്ടുള്ള എംബ്രിയോ എന്ന് പറയുന്ന ഒരു യങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ആ യങ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ ഒരിക്കലും ഹാർഡ് ആയിട്ടുള്ള സാധനം കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹാർഡ് ആയിട്ടുള്ളതിനെ സോഫ്റ്റ് ആയിട്ട് മാറ്റാം. നമ്മുടെ വീട്ടിൽ ചെറിയ
കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും റൈസും അങ്ങനത്തെ ഒക്കെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കല്ല. അത് സ്മാഷ് ചെയ്യും, ഒന്ന് ഉടയ്ക്കും. ഉടച്ചതിന് ശേഷം അത് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെയാണ് പ്ലാന്റ് എത്ര രസകരമായിട്ടാണ് ഹാർഡായിട്ടുള്ള സാധനത്തിന് എന്താക്കി മാറ്റാണ് സോഫ്റ്റ് എൻഡോസ്പേം ആക്കി മാറ്റിയിട്ട് ആ സോഫ്റ്റ് എൻഡോസ്പേമിൽ നിന്നാണ് ഗ്രോയിങ് എംബ്രിയോ റാഡിക്കൽ ഉപയോഗിച്ചിട്ട് എന്തും എടുക്കുന്നത്, ഫുഡ് എടുക്കുന്നത്. അതൊരു അഡീഷണൽ പോയിന്റ് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് എൻഡോസ്പേം കാണാൻ പറ്റും. ലിക്വിഡ് ആയിട്ടുള്ള എൻഡോസ്പേം, ഹാർഡ് സോളിഡ് ആയിട്ടുള്ള എൻഡോസ്പേം, സോഫ്റ്റ് ആയിട്ടുള്ള എൻഡോസ്പേം. ഈ എൻഡോസ്പേം എല്ലാം തന്നെ നോട്ട് ഫോർ അസ്, നമുക്ക് വേണ്ടിയിട്ടല്ല, പ്ലാന്റിനെ ഗ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ എൻഡോസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസ്പേമിൻ്റെ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്തത് ഞാൻ പറയുന്നത് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അതിന് നമ്മൾ വേറൊരു പേരും കൂടിയും പറയും. ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഈസ് നോൺ ആസ് എംബ്രിയോജെനസിസ്. ഏത് ജെനസിസ് ആണ്? എംബ്രിയോജെനസിസ്. നമ്മൾ പെൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യും? സൈഗോട്ട് എത്ര N ആണ്? 2N ആണ്. ഈ സൈഗോട്ട് അണ്ടർഗോസ് റിപ്പീറ്റഡ് മൈറ്റോസിസ്. നമ്മൾ മിയോസിസിനെ കുറിച്ച് പറയുകയില്ല. റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? എംബ്രിയോ ഫോം ചെയ്യും. സൈഗോട്ട് 2N ആണെങ്കിൽ എംബ്രിയോവും യാതൊരു സംശയവുമില്ല എന്ത് തന്നെ ആയിരിക്കും? 2N ആയിരിക്കും. സോ ദിസ് എംബ്രിയോ അല്ലെങ്കിൽ this zygote development gets food from either nuclear or cellular endosperm. ഒന്നില്ലെങ്കിൽ അത് ന്യൂക്ലിയർ എൻഡോസ്പേമിൽ നിന്ന് ഫുഡ് എടുക്കും, അല്ലെങ്കിൽ അത് സെല്ലുലാർ എൻഡോസ്പേമിൽ നിന്ന് ഫുഡ് എടുക്കും. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംബ്രിയോ ആൻഡ് എൻഡോസ്പേം. ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ആൻജിയോസ്പേം ഹയർ ഓർഗാനിസംസ് ആണ്. വെറും ഫെർട്ടിലൈസേഷൻ ബാക്കിയുള്ളതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആനിമൽസ് ഒക്കെ പഠിക്കുമ്പോൾ വെറും ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് മാത്രമാണ് പറയുന്നത്. ആൻജിയോസ്പേം പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ നവാഷിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ന്യൂക്ലിയസ് ഉണ്ടായെന്ന് മനസ്സിലായില്ലേ? എംബ്രിയോ സാക്കില് 8 ന്യൂക്ലിയസുകൾ അല്ലെങ്കിൽ 7 സെൽസ് എന്ന് പറഞ്ഞു. പൊള്ളൻ ഗ്രെയിനിൽ 2 മെയിൽ ഗ്യാമീറ്റ് എന്നും പറഞ്ഞു. ഇവിടെ നമ്മൾ ഇതിന് രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് 2 മെയിൽ ഗ്യാമീറ്റും 1 എഗ്ഗും സെക്കൻഡറി പോളാർ ന്യൂക്ലിയസും ആണ്. ബാക്കി ആൻറ്റിപോഡൽസും സൈനർജിസും ഡീജനറേറ്റ് ചെയ്ത് പോകും. ഫങ്ഷൻലെസ് ആയിട്ട്, അതായത് അവയ്ക്ക് പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് അത് ഡിജനറേറ്റ് ചെയ്ത് പോകും. ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന 3 ഇവൻസും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് പ്രീ ഫെർട്ടിലൈസേഷൻ പഠിക്കുക, പിന്നെ ഫെർട്ടിലൈസേഷൻ പഠിക്കുക. അതിൻ്റെ ഇടയിലൊക്കെ കുറേ സബ് ഹെഡിങ്സ് വെച്ചിട്ട് നമ്മൾ പോയിന്റ്സ് പറയുന്നുണ്ട്. ആ ഹെഡിങ്സ് എല്ലാം മനസ്സിലാക്കുക. ലാസ്റ്റ് ഇവൻ്റ് ആണ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഇവൻ്റ്. ആ ഫെർട്ടിലൈസേഷനിൽ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ച് പഠിക്കുക. വാട്ട് ഇസ് ദ നീഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് പെൻ? എന്തിനു വേണ്ടിയിട്ടാണ് പെൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദ നീഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എൻഡോസ്പേം ഇൻ പ്ലാന്റ്സ്? സോ ബേസ്ഡ് ഓൺ ദിറ്റ് നമ്മൾ 2 ടൈപ്പ് ഓഫ് സീഡൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റും കൂടി പറയാനുള്ളത്. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സൈഗോട്ട് അണ്ടർഗോസ് എ പീരീഡ് of dormancy. Dormancy means inactive. After the development of the embryo, that is endosperm എന്ന് പറയുന്നുണ്ട്. Zygote undergoes a period of dormancy. അല്ലെങ്കിൽ zygote wait for the development of endosperm. എന്തിനു വേണ്ടിയിട്ടാണ് സൈഗോട്ട് ഡോർമൻ്റ് ആയിട്ട് നിൽക്കുന്നത്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എന്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വാട്ട് ഈസ് എ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ സൈഗോട്ട് ഗെറ്റ് നറിഷ്മെൻറ്റ് ഫ്രം ദി എൻഡോസ്പേം. ഫെർട്ടിലൈസേഷൻ വരെ ന്യൂസെല്ലസിൽ നിന്നാണ് ഫുഡ് കിട്ടിയതെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ടിന് കിട്ടുന്ന ഫുഡ് എൻഡോസ്പേമിൽ നിന്നാണ്. ഇതോടുകൂടി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എല്ലാ ഇവൻസും കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ്റെ 2 ടോപ്പിക്കാണ്. നമ്മൾ എൻഡോസ്പേം ഉണ്ട്, അതുപോലെ തന്നെ എംബ്രിയോ ഉണ്ട്. ഇനി 2 പ്രോഡക്ട്സിനെ കുറിച്ച് കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ഫ്രൂട്ടും ഉണ്ട്, സീഡും ഉണ്ട്. 4 പ്രോഡക്ട്സ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഉണ്ടാവുന്നത്. 2 പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് നമ്മൾ പറഞ്ഞു, എൻഡോസ്പേമും എംബ്രിയോ ഉണ്ട്. ഇത് ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും ഉള്ളിലാണ് കാണുന്നത്. കാരണം ഫ്രൂട്ട് ഡെവലപ്പിംഗ് ഓർഗാനിസംസ് ആണ്, അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേം എന്ന് പറയുന്നത്. ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും ഡെവലപ്മെൻറ്റ്, ഫ്രൂട്ടിൻ്റെയും സീഡിൻ്റെയും ഡിഫറൻസിയേഷൻ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.